എവിടെ ഡിഗ്മ എവിടെയായിരുന്നു നിന്റെ വണ്ടി? ലൊക്കേഷൻ വണ്ടി 78751 വാങ്ങോട്ട്. ലൊക്കേഷൻ കിട്ടിയില്ലേ? ഇതിന്റെ മണ്ടയ്ക്ക് വെച്ചത്. ഓക്കെ, പിന്നെ 1 2 3 4 5 6 അവിടെ തന്നെ. പിന്നെ ഇതിന്റെ മണ്ടയ്ക്ക് നമ്മുടെ ഗ്രൗണ്ടാണ്. നിങ്ങൾ മേളിൽ കൂടെ വന്നിട്ട് ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഈ മേളിലുള്ള ഇവിടെയാണ് ഇറങ്ങി അങ്ങോട്ട് കാണാത്തവർ വേണമെങ്കിൽ ട്രാഫിക് ചേട്ടാ കുറച്ചുകൂടി കാണാം. ഞാൻ ചത്ത് കേട്ടോ. ഇങ്ങനെ ശ്വാസം മുട്ടി ചാവും ഞാനിപ്പോ. കേട്ടില്ല. പണിയാന്ന് തോന്നുന്നു. മണ്ടക്കാണോ? പറക്കിയല്ലെന്താ ഇങ്ങനെ അടുത്തമ്മ കൂടുന്നത്? അവിടെ മേളിൽ പോയി കിടക്കുന്നുണ്ടോ? അവിടെ അവന്മാരെ മറ്റേ പ്ലാൻ തന്നെ, അവരുടെ നോർമൽ പ്ലാൻ തന്നെ. ആ മലയുടെ മണ്ണിക്കുള്ളതല്ലോ. സ്ലോ ചെയ്താ പറഞ്ഞത്. പെട്ടെന്ന് ഇവിടെ കുത്തി അടിക്കാൻ പറ്റുമോ? നല്ല കളിച്ച ഇവിടെ കുത്തി അടിച്ച് തയർ പിടി. കൂടി എല്ലാരും ബൈഫൂട്ടാണോ വണ്ടിയിലുണ്ടോ? ഇറങ്ങണ്ട അമ്മര് വരട്ടെ. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ലോക്കാണ്. അവനെ ഇല്ലടാ, അവന് കേറാൻ പറ്റുന്നില്ല വണ്ടിയില്. അടിയുണ്ട്. ഈ റിജ് വണ്ടി ഇറങ്ങാൻ പാടാട്ടോ. അപ്പുറത്ത് വിളിക്കുന്നവർ മൂടുകൾ മൂട്ടില് മനസ്സിലാവണോ കൂടിയില്ലടാ. ഇവന്മാര് പീരില് കൊണ്ടാണോ പറഞ്ഞത്? ഇവന്മാര് കത്തലൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം. കൊടു അടിച്ച് കൊടറാ പണ്ണടാ എടുത്തിട്ട്.
കൊടുത്ത് വിട്, അടിച്ച് കൊടുത്ത് വിട്. ഓക്കെ, ഒരു 1v6 കണ്ടാണ് ഫുള്ളി ഡൗൺ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ടിവിയെ ജയിച്ചതായിട്ടാണ് കറന്റ് ഉള്ളത് കാണുന്നത്. യെസ്, ഫൈനലി നോക്കട്ടെ എങ്ങനെ വാറ നോക്കട്ടെ. ബാക്ക് ഓഫ് ചെയ്യുവാണോ അത് കുറച്ച് ഓക്കെ. ടിവിയെ ഇവിടെ ഒരു സൈഡിൽ കൊണ്ട് കുത്തി ഈ പിറ്റിങ് ഇറങ്ങൽ. യെസ്, ടി വി ഇറങ്ങി കെ വി ഇറങ്ങി, രണ്ട് സൈഡിൽ നിന്ന് ഇറങ്ങി. ഒരു ഇനിഷ്യൽ ഫൈറ്റ് ആണ് കാണുന്നത് നമ്മൾ. ഓക്കെ, ലെക്സ് ഒരു ഫ്ലാഗ് എടുക്കുന്നുണ്ട്. ഓക്കെ, മാസ്റ്റർ ദ ഗോഡാണ് ടി വി നീലനെ ആദ്യത്തെ ഇതെടുത്തു. ഓക്കെ, ഡാഷൽ ഡൗൺ. ഇത് രണ്ട് സൈഡിലും ഒരു സൈഡിൽ നിന്ന് കറങ്ങി വരുവാണ്. മംഗലശ്ശേരി കുറുപ്പ് ഡൗൺ ആയിട്ടുണ്ട്, ഷെർലോക്ക് ഹോംസ് ഡൗൺ ആയിട്ടുണ്ട് മാസ്റ്ററിൻ്റെ. ടി വി മദാര ഡൗൺ ആയിട്ടുണ്ട്, ചന്ദ്രബോസ് ഡൗൺ ആയിട്ടുണ്ട് മാസ്റ്റർ. അല്ല, ചരൺ ദയോസ്. അമ്പത്തൂർ സിംഗർ ഡൗൺ ആയിട്ടുണ്ട്, ഷേക്ക് ഡൗൺ ആയിട്ടുണ്ട്, ദ ഗോഡ് ഡൗൺ ആയിട്ടുണ്ട്, ജോക്കർ ഡൗൺ ആയിട്ട്, ബ്രൂസ് ഡൗൺ ആയിട്ടുണ്ട്. ഇത്രയും പേര് ഇവിടെ, നമ്മൾ ഇത്രയും പേരും ഇങ്ങോട്ട് കയറി കറങ്ങി. ബ്രൂസ് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, മാസ്റ്റർ ഈ സൈഡിൽ നിന്ന് കറങ്ങി വരുന്നുണ്ട്. ഇത് വീഡിയോ ഒന്നോ കണ്ടില്ലല്ലോ. ഓക്കെ, ഇവിടുന്ന് ഒരു ഫൈറ്റ് കാണാം നമുക്ക്. ഇറ്റാച്ചി ആഷ് ബ്യൂട്ടൽ 2v രണ്ട് സൈഡിൽ. ഓ, ആഷ് ബ്യൂട്ടൽ ഡൗൺ ആയിട്ടുണ്ട്. നോക്കാം, സ്റ്റീവ് എത്ര പേരാ? 3v3 ആണ് കറക്റ്റ്. നമ്മൾ നോക്കുവാണെങ്കിൽ 3 സൈഡിൽ നിന്ന് ആളുണ്ട്. സാവേജ് വന്നിട്ട് ഒരു സാവേജർ 1v2 ശ്രമിച്ചു. ഓ, സാവേജർ പിക്ക് എടുത്ത്, റഷ്യനെ പിക്ക് എടുത്തിട്ട് സാവേജ് ബാക്ക് ഓഫ് ചെയ്തു. അവിടെ ഫ്ലഫി വീസ സാവേജ് ആണ്. ഫ്ലഫീനെ സാവേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ സെന്റർ ഡുവോറോ അവന്റെ പേര് ഞാൻ മറന്നു. ഓക്കെ, ഒരു 1v6 കണ്ടാണ് ഫുള്ളി ഡൗൺ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ടി വിയെ എല്ലാം പറഞ്ഞത് പോലെ എല്ലാം സുൽത്താന് പിക്കിട്ട് എന്റെ പിയോന്ന് കാണാം. നല്ല കൊടുത്ത് ഇല്ലായിരുന്നല്ലേ? ഓ അല്ലേ, കത്തിക്കല്ലേ. മണ്ടത്തരങ്ങൾ കാണിച്ചു കിട്ടല്ലേ. എല്ലാരും അടക്കമുള്ള സ്ഥലമുണ്ടല്ലോ, വലിയ ഗ്യാങ്സ് ആണല്ലോ. ബാക്കിലടക്കാം. സത്യമല്ലേ? വലിയൊരു കലറന്നു പണിയല്ലേ? കത്തിക്കല്ല ഒന്ന് വെയിറ്റ് ചെയ്യണേ. എടുക്കാൻ പറ്റൂടാ ഇപ്പം ഫ്രീ വയറില്? സാവു പണി കിട്ടുന്നു. സാവു പണി കേട്ടാ. സാവധി പണി നിനക്ക് പിക്കൊല്ലം കിട്ടിയാ? ഞാൻ ഫസ്റ്റ് മരിച്ചു. ഞാനാണ് ഏറ്റവും ഫസ്റ്റ്. അവൻ എന്തൊരു കുത്തറ കുത്തിയത്. നമ്മളെ പണ്ണിക്കൽ കുത്തയായിരുന്നു കേട്ടാ കുത്തിയത്. ഓടെ അത് ഏറ്റവും ബാക്കി കൊണ്ട് കുത്തി. അവര് കറങ്ങി വന്നത് നമ്മുടെ വായില്. സത്യോട്ടാ മയിരി. അല്ല, നമ്മള് ഡിലേ ചെയ്തു സത്യം പറഞ്ഞ. സ്റ്റീവേ കേറാൻ ഡിലേ കൊണ്ട് നമ്മള് കുത്തിയില്ലേ, പിന്നെ അവിടെ നമ്മളെ കുത്താൻ വേണ്ടി അവിടെ ഡിലേ, നമ്മളെ അടിക്കാൻ വേണ്ടി. കുറച്ച് 5 പിക്കറിനൊക്കെ എടാ വെയിറ്റ് ഒരു സെക്കൻഡ്.
ഇവിടെയാണാവോ ഇവിടെ അസന നമുക്കിവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറയല്ലേ. എവിടെയായിരുന്നു ഫ്രണ്ടില് നീ കുത്തി താത്തി പറക്ക് ഒന്നും പറയല്ലേ. ഇല്ല പൊട്ടത്തില്ല കത്തി ഇത് മൊത്തം ഇതാണ് എന്റെ സ്പെക്കില് പറയുന്നത് അതായത് കുറച്ച് വെട്ടലുണ്ടായിരുന്നു. സോ ഈ വീഡിയോന്റെ കേസസിൽ നമുക്ക് POV രണ്ട് സൈഡ് നോക്കാണ്ട് പറയാൻ പറ്റത്തില്ല. എല്ലാരും മറന്ന് കണ്ടികളുണ്ട് കുറെ കാലം കാഴ്ച കണ്ടികള് ഒരു കോപ്പും ഉണ്ടാക്കിയിട്ടില്ല ഇത്രയും കാലമായിട്ട്. മനസ്സിലായോ? ഒരു കോപ്പും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നീക്കും എല്ലാം കൂടെ ഒരുമിച്ച് ഇന്നലെ മുടങ്ങിട്ട് വന്നിട്ട് ഉണ്ടാക്കല് നീയൊക്കെ. മനസ്സിലായ? കുറെ കാലമായി നമ്മളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. നീയൊക്കെ വന്ന് മൂഞ്ചെണ്ണ അതിന്റെ ഇടയിൽ കയറി. വരയ്ക്കുന്ന കേട്ടോ സ്പീഡോ ഇന്ത്യ അവൻ കഴിവിന്റെ പറഞ്ഞു കേട്ടോ. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് പണ്ടത്തെ പോലെ നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ നല്ല സംസാരിക്കുന്നുണ്ട്. മിണ്ടെന്ന് കേട്ടാ നമ്മള് സൈലൻസ്. ഈ സ്വന്തത്തിൽ ചേട്ടന്റെ പേരിട്ട് എല്ലാവരും വേണമെന്ന് വിളിച്ചത് വെച്ച് വെയിറ്റ് പറഞ്ഞ കേക്കണ കേട്ടില്ല. രാജുഭായി എടുത്തോളാം. താടി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ രാജുഭായുടെ തല്ല കേട്ടോ. പുള്ളി എടുത്തൊന്നും പറഞ്ഞില്ല. നീ എന്തോ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ എന്തോ കണക്ക് തീർക്കാണ്. ഇങ്ങനെ കിടക്കുന്ന ഈ കുഴിച്ച് കിടക്കുന്ന ഇന്നലെ എന്നെ ഒന്നും മാറിയിട്ടില്ല. അല്ലല്ല എടാ ഞാൻ ഇപ്പഴും പറയടാ. ഹലോ ഒന്ന് കേക്ക്. ഓസി ഒന്നും പറയല്ലേ, മണ്ടത്തരങ്ങൾ കാണിക്കല്ലേ കേട്ടോ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ് സമ്മതത്തിൽ വിളിക്കണം. പരിപാടി എടുത്തിട്ട് അതാ കേട്ടോ. ആരാ തെരുവിളി? ആരാ തെരുവിളിച്ചാരാ പോവേ? ബൈ ബൈ. നിങ്ങളുടെ സൈഡിൽ പറയണം മാറുന്നു. WR നിങ്ങളുടെ പ്ലേസ് പോയി.
അസണ്ണ പണ്ടത്തെ പോലെ കുളയ്ക്കുള്ള ഗ്യാപ്പ് ഇട്ടില്ല, പിള്ളേരെന്നെ കുണക്കി വന്നേ. ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ ഡിമ? അല്ല ഇന്നലെ പ്രണവ് ചേട്ടനും മറ്റു റഷ്യൻ ടീമിലും വന്ന് കുണച്ചത് കറക്റ്റ് അവന്മാരെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ഇന്നലെ നമ്മള് ടിവിക്കകത്ത് റേഡിയോക്കകത്ത് കണക്ട് ചെയ്യാൻ പറയാൻ നീ ഒറ്റയ്ക്ക് റേഡിയോയിൽ ഇരിക്കുന്നു. മറ്റേ HF ഫയലും അവന്മാരൊക്കെ എന്നോട് ഒന്ന് പറയുക. ആരാ പറഞ്ഞ പേരെന്തായിരുന്നു മറ്റേ? പ്രണവ് കുമ്മൻ. മറ്റേ 1 ഇയർ കൊടുത്ത് സെൽഫായിട്ട് വിളിച്ചു കിടക്കാൻ സീയല്ല എനിക്ക് കത്തല കത്തിച്ചിട്